ഹായ് ഓൾ. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ഒന്നുമല്ല. ബട്ട് ഞാൻ ഇത്രയും ദിവസം 15 ദിവസത്തോളം നാട്ടിലുണ്ടായിരുന്നു അമ്മയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഞാനിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പം ജസ്റ്റ് നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ധാരാളം പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, അമ്മയുടെ വിവരം അന്വേഷിച്ച്. അപ്പം എല്ലാവരോടും ഞാൻ ചിലരുടെയൊക്കെ മെസ്സേജ് കണ്ടു, ചിലരുടെയൊക്കെ മെസ്സേജ് കാണുന്നില്ല, ചിലർക്ക് റിപ്ലൈ കൊടുക്കാൻ. കാരണം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ്. അപ്പം നമുക്ക് അങ്ങനെ റിപ്ലൈ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയല്ല. ഇപ്പം ഇന്ന് 15 ദിവസമായി. അപ്പം ധാരാളം പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒക്കെ നിങ്ങളെന്നെ സ്നേഹിക്കുമെന്നും കരുതുമെന്നും എൻ്റെ കൂടെ നിൽക്കുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ പല കാര്യങ്ങൾക്കും നമ്മുടെ ഗ്രൂപ്പിൽ പലരും നമ്മളെ, ആരുടെ പേരെടുത്ത് പറയുന്നില്ല എങ്കിലും പല കാര്യങ്ങൾക്കും നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അതൊക്കെ എനിക്ക് വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഒത്തിരി നന്ദി പറയുന്നു. അമ്മയുടെ രോഗത്തിൻ്റെ കാര്യമായാലും അങ്ങനെ പല കാര്യങ്ങൾക്കും പലരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ ഒത്തിരി ധാരാളം ആൾക്കാർ മെസ്സേജ്, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊന്നും ആൾക്കാർ എന്നോട് സഹകരിക്കുമെന്നോ അല്ലെ കരുതുമെന്നോ നിങ്ങളെ സ്നേഹിക്കുമെന്നോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മളൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. ഇതൊക്കെയാണ് എന്താ പറയുന്നത്, ഒരാൾക്കൊരു സഹോദരൻ അല്ലെങ്കിൽ ഒരു ആപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കഷ്ടത വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് എന്താ പറയുന്നത്, അതൊരു സ്നേഹിതരുടെ ഒരു നല്ല ലക്ഷണമാണ്. അപ്പം അത് എനിക്കും അനുഭവിക്കാൻ പറ്റി. അപ്പം ഞാനിന്ന് തിരിച്ചു പോവുകയാണ്. 15 ദിവസം ഞാൻ വന്നിട്ട് ഇത് തിരിച്ച് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണം. അത് അത്യന്താപേക്ഷമായിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാം നോക്കണമല്ലോ. അപ്പോൾ തന്നെ അമ്മയെ വീട്ടിൽ കൊണ്ടുവന്നു. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം പഴയതിനേക്കാളും കണ്ടീഷൻസൊക്കെ വളരെ മോശമാണ്. എങ്കിലും ദൈവം എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, അത്രമാത്രം നമുക്ക് പറയാനുള്ളൂ. ദൈവം തിരിച്ചു തരുന്നെങ്കിൽ ആയുസ്സും ആരോഗ്യത്തോടെ തിരിച്ചു തരട്ടെ. എല്ലാം മറിച്ചാണെന്നുണ്ടെങ്കിൽ അതും അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അല്ലാതെ ഇപ്പം നമുക്കതിനകത്തിൽ ദൈവത്തിൻ്റെ നിശ്ചയത്തിനെ ചോദ്യം ചെയ്യാനൊന്നും നമ്മൾ ആരുമല്ല. അപ്പം അമ്മ വീട്ടിലായിരിക്കുന്നു. നമ്മൾ ഒരാളെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ റിലേറ്റീവ്സൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പം ഒരു വെളിപ്പാട് അകലെ തന്നെ ഉണ്ട്. എന്താവശ്യത്തിനും അവരെല്ലാം ഓടി വരും. അപ്പം നമ്മളെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു മകനെന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ദൈവം നിശ്ചയിക്കട്ടെ, അത്രമാത്രമേ പറയാനുള്ളൂ. വേറെ എന്താ പറയുക. അപ്പം ഞാൻ ജസ്റ്റ് ഇത് പറയുന്നതിൻ്റെ ഈ വീഡിയോ ഇടുന്നതിൻ്റെ കാര്യം നിങ്ങളോട് എല്ലാവരോടും ഒരു വാക്ക് നന്ദി പറയാൻ വേണ്ടിയാണ്. ധാരാളം പേരെന്നെ വിളിച്ചു, അന്വേഷിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. അപ്പം എനിക്കറിയാം എനിക്ക് നിങ്ങളോട് പിന്നെ നീതി പുലർത്താൻ പറ്റിയിട്ടില്ല. പലപ്പോഴും എൻ്റെ മെസ്സേജുകളൊക്കെ വളരെ ഷോർട്ടായിരുന്നു, വീഡിയോകൾ ഷോർട്ടായിരുന്നു. ജസ്റ്റ് പറഞ്ഞു, രാവിലെ ഒരു മെസ്സേജ് മാത്രമേ ഇടുന്നുള്ളൂ. കാരണം നമ്മൾ മാർക്കറ്റിനെ അപകീർത്തിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിൽ അല്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ. ഇനി ഞാൻ ശ്രമിക്കാം, അത്രമാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ നമ്മൾ സിറ്റുവേഷൻ അറിയാമല്ലോ, ഏത് നിമിഷം എന്ത് സംഭവിക്കുക എന്നുള്ളൊരു ഒരു 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 അവസ്ഥയിലാണ്. പക്ഷേ എങ്കിലും അതിൻ്റെ നടുവിൽ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും എന്നോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും നന്ദിക്കും എല്ലാത്തിനും ഒരുപാട് നന്ദി പറയുന്നു. ഇതുപോലെ തന്നെ കൂടെ നിൽക്കുക. ഓക്കെ, ഈ സമയവും കഴിഞ്ഞു പോകും എന്ന് ആരോ പറഞ്ഞതുപോലെ ഈ സമയം കഴിഞ്ഞു പോകും. എല്ലാവർക്കും ജീവിതത്തിൽ ഒരു കുന്നിനൊരു കുഴി, ഒരു ഉയർച്ചയ്ക്ക് ഒരു താഴ്ച, ഒരു രാത്രിക്ക് ഒരു പകൽ എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ ഇതെല്ലാം സമ്മിശ്രമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അനുഭവിച്ചേ ഒക്കത്തുള്ളൂ. എന്നും സുഖവും സൗകര്യവുമായിരുന്നെങ്കിൽ മനുഷ്യനെല്ലാവരും ഈ ലോകത്ത് എന്നും സന്തോഷം മാത്രം വിളയാടിയാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ. ജീവിതം എന്ന് പറയുന്നത് സുഖ ദുഃഖ സമ്മിശ്രമാണ്. അപ്പോൾ അത് നമ്മൾ അനുഭവിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അല്ല, ഒരിക്കൽ ഇന്നല്ലെങ്കിൽ നാളെ എനിക്കല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാം അങ്ങനെ, അതാണ് ജീവിതം. നമ്മളങ്ങനെ അതിലൂടെ വേണമെങ്കിൽ നമ്മൾ ജീവിതത്തിൻ്റെ അങ്ങേ അറ്റത്തെത്തുമ്പോൾ നമ്മൾ ഇതിലൂടെയൊക്കെ കടന്നു വേണം അവിടെ എത്താൻ. അപ്പം ഇന്നല്ലെങ്കിൽ നാളെ എനിക്കല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. കടന്നു പോകാതെ അഭിമുഖീകരിക്കുക. എന്ത് വന്നാലും അതിനെ ചങ്കൂറ്റത്തോടെ നേരിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ നമ്മൾ തളർന്ന് കുത്തിയിരുന്നിട്ട് യാതൊരു കാര്യമില്ലല്ലോ. നമ്മൾ ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുക, യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് അതിന് വേണ്ടുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ തലയെ കൈവച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ തന്നെ ഇതിന് മുന്നിലൊക്കെ ധാരാളം പ്രശ്നങ്ങളിലൂടെയൊക്കെ അഭിമുഖീകരിച്ച് വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അങ്ങനെ അതിനെയൊക്കെ തരണം ചെയ്ത് പടവെട്ടിയാണ് ഇവിടം വരെയൊക്കെ എത്തിയത്. അപ്പം അതുകൊണ്ട് ഇതും സഹിക്കാനൊരു കഴിവ് ദൈവം തമ്പുരാൻ തരുന്നു, അത്രമാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഞാൻ ഇത്ര സംസാരിച്ചത് ഇവിടെ എയർപോർട്ടിൽ ഇപ്പോൾ ഏകദേശം ബോർഡിങ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ ഇനി 1 മണിക്കൂറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. എന്നാൽ ഒരു 5 മിനിറ്റ് നിങ്ങളോട് സംസാരിച്ചേക്കാമെന്ന് വിചാരിച്ചു.
അല്ലാതെ വേറെ ഒന്നുമില്ല. നമുക്ക് ഈ ആഴ്ച വീക്കിലി അനാലിസിസ് വീട്ടിലെത്തിയതിന് ശേഷം നല്ല രീതിയിൽ നമുക്കൊന്ന് അപഗ്രഥിക്കാം. എങ്കിൽ തന്നെയും നമ്മുടെ ഈ പറയുന്ന ഇപ്പോഴത്തെ മാർക്കറ്റിൽ നമുക്ക് ലെവലുകളൊന്നും വളരെയധികം വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ മെനിഞ്ഞാന്ന് പ്രതീക്ഷിച്ചു ആരെങ്കിലും 500 പോയിൻ്റ് ഗ്യാപ്പ് പ്രതീക്ഷിച്ചില്ല. അതുമാത്രമല്ല നമുക്ക് ഹോളിഡേയ്സും ഇടയ്ക്കൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പ്രഡിക്ഷൻ ഒന്നും വളരെ ബുദ്ധിമുട്ടാണ്. മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളൊന്ന് പ്രഡിക്റ്റ് ചെയ്യാനൊക്കെ പാടും. നമുക്കിതെല്ലാം കൂടെ നമുക്ക് അടുത്ത വീക്കിലാണെന്ന് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് കൂലങ്കഷമായിട്ട് നമുക്ക് ചർച്ച ചെയ്ത് നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പം എല്ലാവരും വീക്കെൻഡാണ്, എല്ലാവരും പഠിക്കാനൊക്കെ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഒരവസ്ഥ മനസ്സിലായല്ലോ. ഇപ്പം ഒരാഴ്ച ഞാനില്ലെങ്കിലും തന്നെത്താൻ ട്രേഡ് ചെയ്യാൻ ഒരവസ്ഥ നിങ്ങൾക്ക് സംജാതമായി ഇല്ലേ, സപ്പോർട്ടില്ലാതെ. അപ്പം നിങ്ങൾ അതെങ്ങനെ അതിനെ കൈകാര്യം ചെയ്തു, അതിനെങ്ങനെ അഭിമുഖീകരിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നാളെ ഒരാളുടെ സപ്പോർട്ടിലൂടെ ട്രേഡ് ചെയ്യുന്നതും സപ്പോർട്ടില്ലാതെ ട്രേഡ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാക്കി കാണും. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുള്ളത്, നമ്മൾക്ക് ഒരാളുടെ ഡിപ്പെൻഡൻസി കുറയ്ക്കുക, ഡിപ്പെൻഡൻസി ഇല്ലാതെ നമ്മൾ ട്രേഡ് ചെയ്യാൻ പഠിക്കുക. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ മാത്രമേ ഒരു ട്രേഡർ എന്ന രീതിയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡിപ്പെൻഡൻസി കഴിവതും പരമാവധി കുറച്ച് സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പഠിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്ക് അതിജീവിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പം വീക്കെൻഡാണ്, പഠിക്കാൻ ശ്രമിക്കുക. പഴയ ചാർട്ടുകളൊക്കെ മറിച്ച് നോക്കി ലെവലുകളൊക്കെ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.